മുമ്പ് ഓഷോയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആളുകളോട്. നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിലോ നരകത്തിലോ പോയിട്ടുള്ള ഏതെങ്കിലും മനുഷ്യനെ കണ്ടിട്ടുണ്ടോ എന്ന്. അതിനുശേഷം എൻ്റെ അറിവിൽ, എനിക്കറിയില്ല, സദ്ഗുരു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അതേ ചോദ്യം ആളുകളോട് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ തികച്ചും ഓഷയെ പോലെയുള്ള ഒരു വ്യക്തിയല്ല സദ്ഗുരു എന്ന് പറയുന്ന മനുഷ്യൻ. അയാള് ശരിക്കും ഒരു ശിവന്റെ ഡിവോട്ടിയാണ്. ശിവന് പക്ഷെ അയാൾ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് ആദിയോഗി എന്ന അർത്ഥത്തിലാണ്, ദൈവത്തെക്കാൾ ഉപരി. തീർച്ചയായും സദ്ഗുരു ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ കണിശമായും ഒരു സദ്ഗുരുവിൻ്റെയോ ഒരു ഓഷയുടെയോ ഡിവോട്ടിയല്ല. ഞാൻ ഒരു ആൾ ദൈവത്തെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ അവർ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ ഇല്ലാത്തൊരു ലോകത്തിന് വേണ്ടി എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ ശവശരീരം വല്ല നദിയിലുമാണ് ഒഴുക്കേണ്ടത്. സത്യത്തിൽ നിങ്ങളുടെ ശവശരീരം മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലെ, പണ്ടുള്ള ആളുകളെല്ലാം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മീതെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു തൈ നട്ടിരിക്കും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പലരുടെയും ഭക്ഷണ വസ്തുവാണെന്നുള്ള കാര്യം, അതിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും മരണമില്ലെന്ന് നമ്മുടെ ഭാരത സംസ്കാരം പറയുന്നത്. ഒരു മനുഷ്യനും ഒരു ജീവിക്കും ഒന്നിനും മരണമില്ലെന്ന്. ഇതിൽ കൂടുതൽ എന്തു വേണം?